നമസ്തേ. ഇന്ന് നമുക്ക് രാമായണ രഹസ്യങ്ങൾ എന്ന പുസ്തകം എഴുതിയ കെ മധു പുള്ളിക്കാരനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? പുള്ളിക്കാരനോട് നമുക്ക് നമസ്തേ പറയാം. നമസ്തേ ചേട്ടാ. നമസ്കാരം. ചേട്ടൻ്റെ രാമായണ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ വായിച്ചു. അതിൽ എൻ്റെ ഉള്ളിൽ തട്ടിയ രണ്ട് വരികളുണ്ട്. അത് പുറംകോട്ടയിലെ പെരുമ്പറകൾ അകക്കോട്ടയിലെ ശംഖുവിളികളാകുന്നു എന്ന്. ഇതുകൊണ്ട് ചേട്ടൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഞാൻ അബിയെ പോലെയുള്ളൊരു ചെറിയ വായനക്കാരൻ മാത്രമാണ് രാമായണത്തിൻ്റെ. രാമായണ രഹസ്യങ്ങൾ എന്നുള്ളത് ഇപ്പം അബി പറഞ്ഞ വാചകം ഛായയും ഒരു വേള മായയായി വരാം എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. അതെ. അത് ഹനുമാൻ ലങ്കാദഹനത്തിന് പുറപ്പെടുന്ന ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ നിന്നാണ് അത് വന്നത്. രാവണൻ കോട്ടയാണ് ഒരു പക്ഷേ ഏറ്റവും വലിയ കോട്ടകളിൽ, നമ്മളിപ്പോഴും പറയാറ് ഏറ്റവും വലിയ പ്രഹേളികകളെയൊക്കെ നമ്മൾ രാവണൻ കോട്ട എന്ന് പറയാറുണ്ട്. രാവണൻ കോട്ടയിൽ അകപ്പെടുക എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ മനസ്സിൻ്റെ കാലുഷ്യങ്ങളിലും നമ്മുടെ മതിഭ്രമങ്ങളിലും ഒക്കെ കുടുങ്ങുന്ന ഒന്നായിട്ടാണ് പെട്ടുപോകാറുള്ളത്. ഹനുമാൻ രാവണൻകോട്ട കടക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രത്യേകത, ഹനുമാനാണ് ആദ്യം രാവണൻകോട്ടയിൽ കടന്ന് ആ കോട്ടയെ ചുട്ടരിക്കുന്നത് എന്ന് പറയുന്ന ഒരു കൗതുകമുണ്ട്. ഹനുമാൻ വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. വയ്യാകരണൻ എന്നാണ് രാമൻ ഹനുമാനെ ആദ്യ സംഭാഷണത്തിൽ നിന്ന് തന്നെ തിരിച്ചറിയുന്നത്. ഈ കോട്ടകൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഇന്ത്യയിൽ ഉടനീളം യാത്ര ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഒരു കാലത്ത് വലിയ രഹസ്യങ്ങളുടെ അല്ലെങ്കിൽ കവചങ്ങളുടെ ഒക്കെ ഉരുക്കുകോട്ടകളായിരുന്ന ഇടങ്ങൾ അനാഥമായി കിടക്കുന്നത് നമ്മൾ പലയിടത്തും ചിതറിക്കിടക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇതിഹാസങ്ങളിൽ ഈ കോട്ടകൾ ഒക്കെ ഉയർത്തുന്ന മറ്റൊരു ദൗത്യം അർത്ഥത്തിലേക്ക് കടന്നു ചെല്ലുന്നതിനുള്ള ചില മറകൾ കൂടിയായി കോട്ടകൾ നിർത്തുന്നു. എളുപ്പത്തിൽ കോട്ടകൾ ഒരു വലിയ മറ്റു പലതിൻ്റെയും അകത്ത് കടക്കാൻ പറ്റാത്ത ഒന്നായി അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഒരു വാക്കിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കുന്നത്, അർത്ഥത്തിന് മുമ്പ് ഓരോ വാക്കും ഒരു കോട്ടയാവുന്ന ഒരു കൗതുകം പലപ്പോഴും നമുക്ക് കാണാം. ആ വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞ് വായിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഭി പറഞ്ഞ വാചകം ഒരു രാമായണവും മഹാഭാരതവും ഒരു തുടർച്ചകളാണ് എന്ന വിധത്തിൽ വായിച്ചെടുക്കാനാണ് എനിക്കിഷ്ടം. ആ വിധത്തിൽ വായിച്ചെടുക്കാവുന്നതുമാണ്. രാവണൻ കോട്ടയിലേക്ക് ഹനുമാൻ കടന്നു ചെല്ലുന്നത് പോലെയാണ് ജരാസന്ധന്റെ കോട്ടയിലേക്ക് കൃഷ്ണനും ഭീമാർജുനന്മാരും കടന്നു ചെല്ലുന്നത്. അവിടെ പെരുമ്പറ വച്ചിട്ടുണ്ട്. അത് രഹസ്യമായിട്ടല്ല ഇവരാരും കടന്നു ചെല്ലുന്നത്. ഒരു പ്രഖ്യാപനമാണ്. ഈ കോട്ട ഞങ്ങൾ തകർക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനമാണ്. ഹനുമാന് വേണമെങ്കിൽ ആരെയും അറിയിക്കാതെ സീതയെ കണ്ട് വരാം, ദൗത്യം പൂർത്തിയാക്കാം. പക്ഷേ അങ്ങനെയല്ല ചെയ്യുന്നത്. വളരെ കൃത്യമായി അവസാനം പിടികൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടാണ് ഹനുമാൻ ഇതിൽ പറയുന്നത്. കോട്ട ചുട്ടരിക്കുന്നത്, ലങ്കാപുരി ചുട്ടരിച്ചു കൊണ്ട് വരുന്നത്. ഇതേപോലെ കൃഷ്ണനും ജരാസന്ധന്റെ പെരുമ്പറ തകർത്തുകൊണ്ടുള്ളൊരു പ്രഖ്യാപനമാണ്. ഞങ്ങൾ എത്തിപ്പോയി, യുദ്ധത്തിന് സന്നദ്ധരാണ് എന്നുള്ള ഒരു പ്രഖ്യാപനമാണ്. ആ യുദ്ധം എന്നത് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് പോലെ ആ ആയുധം എന്നതെല്ലാം വാക്കിൻ്റെ അർത്ഥത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള വഴികളാണ്. ആ വഴികളിലൂടെയുള്ള പ്രഖ്യാപനമാണ്. വാക്കും അർത്ഥവുമായുള്ള ബന്ധം തീർച്ചയായും അതിലുണ്ട്. അതോടൊപ്പം തന്നെ ആ പെരുമ്പറ കൊട്ടൽ, ആ ശംഖുവിളിയാവുന്നത് ആത്മാന്വേഷണത്തിൻ്റെ വഴികളിലുമാണ്. വളരെ നന്ദി ചേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു അഭി.